ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ PS പ്രശാന്ത് ഗൂഢാലോചനയിൽ പങ്കാളിയെന്ന് SIT 2025 ദ്വാരപാലക ശില്പം കൊണ്ടുപോയതിൽ പ്രശാന്ത് നേരിട്ട് ഇടപെടൽ നടത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം CPM നേതാക്കൾക്ക് പോലുമില്ലെന്ന് പ്രശാന്തിന്റെ ആരോപണത്തിന് മറുപടിയായി ദേവസ്വം മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ശബരിമലയിൽ നിന്ന് 2025 ദ്വാരപാലക ശില്പം കൊണ്ടുപോയതിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നായിരുന്നു PS പ്രശാന്തിന്റെ അവകാശവാദം. എന്നാൽ ഇത് തെറ്റാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. PS പ്രശാന്ത് ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്താണ് ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിന് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തത്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡാണെന്നും SIT വ്യക്തമാക്കുന്നു. ദ്വാരപാലക ശില്പം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോകുന്നതിനെ തിരുവാഭരണം കമ്മീഷണർ റെജിലാൽ എതിർത്തിരുന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അതിനുള്ള സാങ്കേതിക വിദ്യ ഇല്ലെന്നായിരുന്നു തിരുവാഭരണം കമ്മീഷൻ റിപ്പോർട്ട്. ഇത് തിരുത്താൻ പ്രശാന്ത് ഇടപെടൽ നടത്തിയതായും SIT കണ്ടെത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പം കൊണ്ടുപോകുന്നതിന് വ്യാജരേഖ തയ്യാറാക്കിയതിന്റെ രേഖകളും ലഭിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 ബോർഡ് പ്രസിഡന്റുമാർ നേരത്തെ അറസ്റ്റിലായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണെന്ന മറുപടിയാണ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണത്തിന് ദേവസ്വം വകുപ്പ് മന്ത്രി നൽകിയത്. CPM നേതാക്കന്മാരാരും തന്നെ അതിന് ന്യായീകരിക്കാൻ വന്നിട്ടില്ല. കാരണം 3 പ്രസിഡന്റുമാരാണ് അകത്തായി. 2 പേരെ അകത്താക്കിയത് കഴിഞ്ഞ സർക്കാരാണ്. ഞങ്ങളുടെ കാലത്ത് പഴയതിൻ്റെ ബാക്കിയായിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അല്ലാതെ ഞങ്ങളൊന്നും ഇതിൽ ഇടപെട്ടിട്ടുമില്ല. ഞങ്ങൾക്കതിൽ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് തന്നെ ഞങ്ങൾ ഇപ്പോൾ തൊടാൻ പോയിട്ടില്ല. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്തിനെയും അജികുമാറിനെയും വൈകാതെ കസ്റ്റഡിയിൽ വാങ്ങും. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നാണ് വിവരം. മീഡിയ 1 തിരുവനന്തപുരം.